കുറേയധികം ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ലോങ് ഹെയർ എഫ്യുവിനെ കുറിച്ചൊരു വീഡിയോ എന്നുള്ളത്. ലോങ് ഹെയർ എഫ്യു അല്ലെങ്കിൽ നോൺ ഷേവൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിൽ ട്രിമ്മ് ചെയ്തിട്ട് ഒരു മുടിയുടെ ആംഗിളൊക്കെ കിട്ടി ആ ഭാഗത്തൂടെ എക്സ്ട്രാക്റ്റ് ചെയ്യണം. എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തുറന്നെടുക്കുന്ന രീതിയിലാണ് ഫ്യൂയിൽ ഫോളിക്കുലർ യൂണിറ്റ് എക്സ്ട്രാക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് എന്താണ് ഷേവ് ചെയ്യാൻ താല്പര്യമില്ല, ഒരു ആൾക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പം പല കാര്യത്തിലും ഷേവ് ചെയ്യുന്നത് കൊണ്ട് വലിയൊരു അതൊരു വിഷയമായി തോന്നുന്നില്ല. പക്ഷെ ചിലവർ ഒരു ബിസിനസ് അത്ര ആൾക്കാർ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് അവർക്കത് താല്പര്യമില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ലോങ് ഹെയർ എഫ്യു എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ആ ഒരു റൊട്ടേഷൻ നമ്മളിങ്ങനെ തുറന്നെടുക്കുമ്പം അത് മുടി ഇങ്ങനെ ഒരു നിൽക്കുന്നുണ്ടെങ്കിൽ ആ മുടിയുടെ ഷാഫ്റ്റിനും കൂടി കട്ടാവും. പക്ഷേ ഇതിൽ ആ മോട്ടറിലുള്ള മെഷീനിലുള്ള ഡിഫറൻസ് ആണ്. അതിൽ ഓസിലേഷൻ അല്ലെങ്കിൽ നമ്മളിപ്പം കപ്പയൊക്കെ എന്താണ് പാര വെച്ച് കുത്തിയെടുക്കുമ്പോൾ കപ്പൻ്റെ ചില അടിഭാഗത്തുള്ള കിഴങ്ങൾ കട്ടായി പോകുന്ന പകരം നമ്മളത് പിഴുതെടുക്കുകയാണെങ്കിൽ മണ്ണൊക്കെ ഒന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ മൊത്തം കപ്പയോടെ തന്നെ കപ്പൻ്റെ ആ ഒരു കിഴങ്ങ് മൊത്തമായിട്ട് കിട്ടുന്ന പോലെ സിമ്പിളായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളത് തുറന്നെടുക്കുന്നതിന് പകരം ഓസിലേറ്ററി മൂവ്മെൻറ്റ് ഒന്ന് വലിച്ചെടുക്കുന്ന രീതിയിൽ ചെയ്യാൻ, അപ്പോൾ ഒരിക്കലും കട്ടാവില്ല. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5 years ബാക്ക് ഒരു ജമ്മു ആൻഡ് കാശ്മീരിൽ നമ്മൾക്കൊരു IADVLലെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഡോക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ 10 പേര്. അതിലൊരാളായിരുന്നു ആ സമയത്ത് ഞാൻ. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ മെയിൻ ഒരു ആൾ എന്ന് പറഞ്ഞാൽ സാൻസി ഹ്യൂമർ, അതെനിക്ക് അദ്ദേഹം ഒരു ഫ്യൂ ഏഷ്യ ഇൻ്റർനാഷണൽ ക്വിസിൽ ഫസ്റ്റ് കിട്ടിയപ്പോൾ ഈ തന്ന ഒരു അതാണ് സാൻസ് ഹ്യൂമർ എന്ന് പറഞ്ഞത്. അവർ യൂഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു എത്രയോ വർഷങ്ങൾ മുമ്പ്, 10 years ഒക്കെ ആയിട്ടുണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഒരു സമയത്തുള്ള ഒരു ട്രെയിനിങ് ക്ലാസ് എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ പറയുന്നത് പോലെ മുടിയെ നമ്മൾ പിഴുതെടുക്കുന്നത് ഇതുപോലെ കട്ടാവാതെ പിഴുതെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ അടുത്ത കാലത്ത് ഇപ്പോൾ പറഞ്ഞ 10 years ബാക്ക് എന്ന് പറയുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് ഒരു കേരളത്തിലുള്ളൊരു ബ്രാൻഡ് നമ്മളുടെ ഗവേഷണപരമായി പുതിയ ടെക്നിക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലുള്ള എല്ലാ മീഡിയാസിലും പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം സംഭവിക്കും ഇത് ഓൾറെഡി മാർക്കറ്റിലുള്ള സംഭവമാണ്. 10 വർഷത്തിന് മേലെയായി, കഴിഞ്ഞ 1-2 വർഷത്തിലാണ് അവരത് കുറച്ച് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ചെയ്യാറില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് ഇപ്പോൾ സെലിബ്രിറ്റിയാണ്, ഒരാൾക്ക് ഷേവ് ചെയ്യാറുണ്ട്, അപ്പോൾ ഷേവ് ചെയ്യാൻ ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാം. അത് വളരെ ചുരുക്കം ചിലരിലുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒറിജിനൽ സെൻറ്റേഴ്സ്, ഇപ്പം ഡാമ ക്ലിനിക്സ് എന്നുള്ള ഡോക്ടർ കവീഷ് ചൗഹാനാണ് അതിൻ്റെ ഓൺലി സോൾ അതിൻ്റെ ഫ്രാഞ്ചൈസി ഉള്ളത്. അവരതിന് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഞാനിത് വേണ്ടെന്ന് പറഞ്ഞത് കാരണം ഞാനൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജൻ മാത്രമല്ല, ഡെർമറ്റോളജിസ്റ്റാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന കഴിഞ്ഞാൽ നമ്മളൊരു പ്രാക്ടീസിന് ബാധിക്കുന്നതാണ്. ഈ ഒരു ടെക്നിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം 4000 ഗ്രാഫ്റ്റ് ചെയ്യുന്നത് 2000-2500 ഗ്രാഫ്റ്റ് ആ രീതിയിലേക്ക് ചുരുങ്ങും. 2 ദിവസമായിട്ട് ചെയ്യേണ്ടി വരും, മെനക്കെട്ട് ചെയ്യണം. ആകെ 1-2 സെലിബ്രിറ്റീസ് അങ്ങനെയുള്ളവരുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മെഷീൻ വാങ്ങുന്ന അത്യാവശ്യം കോസ്റ്റ്ലി ഉണ്ട്. അതിൻ്റെ പഞ്ചിന് നല്ല കോസ്റ്റ് ഉണ്ട്. സാധനം വാങ്ങി പിന്നെ ആരെങ്കിലും പിടിപ്പിക്കേണ്ടി വരും. ആ ഒരു സ്വഭാവം തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് മിക്കവാറും അവിടെ തന്നെ കെട്ടിക്കിടക്കുക ചെയ്യാൻ. ഞാൻ പേഷ്യൻസിൻ്റെ പൊതുവെ ഡയറക്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സ്റ്റാൻഡേർഡ് എഫ്യൊക്കെ പറയുമ്പോൾ പറയലുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് ഡയറക്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ബെനിഫിറ്റ് ഉണ്ട്, 6 മാസം റിസൾട്ട് ഉണ്ടാവും, ബട്ട് കോസ്റ്റ് ഈസ് എ ലിറ്റിൽ ഹൈ. ഇഫ് യു വാണ്ട് റിസൾട്ട് വേണമെങ്കിൽ സ്റ്റാൻഡേർഡിൽ ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്ന് പറയൽ. അപ്പോൾ ചിലവർ ബെസ്റ്റ് മെത്തേഡ് ചിന്തിക്കുന്നവർ ഡയറക്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ബെസ്റ്റ് എന്ന് ഞാൻ പറയാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേവ് ചെയ്യേണ്ടില്ല എന്നുള്ളതാണ്. ബട്ട് ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ടിൽ ഒന്നും വിഷയമൊന്നും വരുന്നില്ല. ആ ഫൈനൽ റിസൾട്ട് നിങ്ങളത് കുറ്റിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ലോങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് ഇല്ല. പക്ഷേ ഈ ഒരു ബെനിഫിറ്റ് ഒരു നല്ല ബെനിഫിറ്റ് തന്നെയാണത്. അതിന് ചുരുക്കി കാണുന്നില്ല. പക്ഷേ മനസ്സിലാക്കേണ്ടത് അതൊരു പോഷണസിൻ്റെ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഭയങ്കര ബജറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ലോങ് ഹെയർ റിഫ്യൂക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി ചെയ്യുന്നതിന് പകരം അത് അത്രയും കാശ് മുടക്കുന്നവന് വേണമെങ്കിൽ ഞാൻ അങ്ങനെയുള്ളവർക്ക് ഡൽഹിയിലോ അവരെ എറണാകുളത്ത് വരാറുണ്ട്, അവിടത്തേക്ക് റെഫറൻസ് കൊടുക്കാറുണ്ട്. അവർ പോയി ചെയ്തോട്ടെ, നല്ല റിസൾട്ടിന് ചെയ്യാം. പക്ഷേ ഈ ലോങ് ഹെയർ റിഫ്യൂ എന്ന് പറഞ്ഞിട്ട് സ്ട്രെയിറ്റ് ഹെയർ ലൈനായിട്ട് വച്ചിട്ടുള്ള അവർ സെലിബ്രിറ്റിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ വീഡിയോസ് തന്നെ കാണാം. അവസാനം വെച്ചിരിക്കുന്നത് വളരെ സ്ട്രെയിറ്റ് ഹെയർ ലൈൻ വരച്ച പോലെയാണ്.
അപ്പോൾ അത് ഒരു 1 ഇയർ ഒരു 6 മന്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോങ് ഹെയർ റിഫ്യൂ ആണോ ഷോർട്ട് ഹെയർ റിഫ്യൂ ആണോ എന്നല്ല, വെച്ച ഹെയർ ലൈന് അതിൻ്റെ തിക്നെസ്സൊക്കെയാണ് നോക്കാറുള്ളത്. അപ്പം ഈ ഒരു പുതിയ സെൻറ്റേഴ്സുകളൊക്കെ ഒരു പോപ്പുലേഷനെ ടാർഗറ്റ് ചെയ്തതിന് ഭാഗമായിട്ട് ഇതിൻ്റെ കുറേ അഡ്വർടൈസൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനധികം കാണാറ് ഫുൾനെസ് ഇല്ലാതെ ഹെയർ ലൈൻ അൺനാച്ചുറലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെയാണ് കാണാറുള്ളത്. അപ്പം ഇഫ് യു വാണ്ട് ഒരു നോൺ ഷേവൺ ഇഫ് യു ഈ ലോങ് ഹെയർ റിഫ്യൂ ആണെങ്കിൽ നിങ്ങൾ നല്ല സെൻറ്റേഴ്സ് പോയിട്ട് ഈ പറഞ്ഞ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല ഡാമ ക്ലിനിക്സ് എന്ന് പറയുന്ന ഡോക്ടർ കാവീഷൻ, എനിക്കൊരു റെഫറൻസ് ഒരു കമ്മീഷനൊന്നുമില്ല, ഒരു എൻ്റെ ഒരു സീനിയറാണ്, PG ചണ്ഡീഗഡിൽ തന്നെ അസാർഷിപ്പ് ചെയ്ത ഒരു ഡോക്ടറാണ്, ജെന്യുവിനാണ്. അപ്പോൾ അവർ ലോങ് ഹെയർ റിഫ്യൂ ചെയ്യുന്നുണ്ട്. ഈ ഗ്രാഫിൻ്റെ ഇന്ത്യയിലെ സോൾ ഫ്രാഞ്ചൈസി അവരുതാണ്. അപ്പം അങ്ങനെയുള്ളവർ കാശ് മുടക്കി നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ടാവും. കാശ് മുടക്കുന്നവർ മാത്രം ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ്. വേറെ അത്രയും ടൈം എടുക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു ഇപ്പം സൽമാൻ ഖാൻ, ഷാറുഖ് ഖാനൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് നാട്ടുകാരെ അറിയരുത്, ചെയ്തത് ഷൂട്ട് മിസ്സായത്, ആ അർത്ഥത്തിലേക്ക് അവർക്ക് കോസ്റ്റ് വിഷയമാവില്ല. പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ ഒരു റിസൾട്ട് ഉദ്ദേശിക്കുന്നത് ഇത് എക്സ്ട്രാ ബെനിഫിറ്റ് റിസൾട്ടിലൊന്നും ഉണ്ടാവാറില്ല. നിങ്ങൾ അതിൻ്റെ പേരിൽ അധികം അൺക്വാളിഫൈഡ് ആയിട്ട് സെൻറ്റേഴ്സ് ഇപ്പോൾ ലോങ് ഹെയർ റിഫ്യൂ ചെയ്തതിൻ്റെ പേരിൽ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് അവസാനം സ്ട്രെയിറ്റ് ഹെയർ ലൈനും അത് ഉള്ളിൽ ഫില്ലാത്ത രീതിയിലൊക്കെ വന്ന് കിട്ടുന്നതിനേക്കാളും ബെറ്റർ സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു നല്ല ഡോക്ടർക്ക് പോയി നല്ല ഡെൻസിറ്റിയിൽ ചെയ്യുക. ഇഫ് യു വാണ്ട് ലോങ് ഹെയർ റിഫ്യൂ അതുപോലുള്ള ജെന്യൂൻ സെൻറ്റേഴ്സ് അന്വേഷിച്ചിട്ട് അങ്ങനെയുള്ള സ്ഥലത്ത് പോയി ചെയ്യുക. അപ്പം ഈ ലോങ് ഹെയർ റിഫ്യൂവിനെ കുറിച്ചുള്ള കുറേ പേര് ചോദിച്ചത് അതാണ്, ഇത് ലോങ് ടേം ബെനിഫിറ്റ് എന്താണ് ഇങ്ങനെയുള്ളത്. ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു.